എവരിവൺ. ഇന്ന് നമ്മൾ ഫിസിക്സിൻ്റെ 4ാമത്തെ ചാപ്റ്ററായിട്ടുള്ള മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പം അവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് കറണ്ടിൻ്റെ പ്രത്യേകതകളാണ് അല്ലേ. ഇലക്ട്രിക് കറണ്ട് ഒരു കണ്ടക്ടർ കൂടെ പാസ് ചെയ്യുമ്പം ആ കണ്ടക്ടറിന് ചുറ്റും എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അത് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസ് എന്തൊക്കെയാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഈ ചാപ്റ്ററിൽ മാഗ്നറ്റായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യം പഠിക്കുമ്പോഴും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ് ഈ മാഗ്നറ്റിക് നീഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ ഈ മാഗ്നറ്റിക് നീഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബാർ മാഗ്നറ്റ് പോലെ തന്നെയാണ് അല്ലേ. ബാർ മാഗ്നറ്റ് പോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നോർത്ത് സൗത്ത് എന്ന് എഴുതിയിട്ടുണ്ടാവുക. ഇതിനാണ് നമ്മൾ മാഗ്നറ്റിൻ്റെ പോൾസ് എന്ന് പറയുന്നത് അല്ലേ. നോർത്ത് പോളും സൗത്ത് പോളും എന്ന് പറയും. അപ്പോൾ ഈ മാഗ്നറ്റ് നീഡിലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് ഇവിടെ ചില അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടാവും. ഇതൊരു നീഡിലിൻ്റെ മുകളിൽ അല്ലെങ്കിൽ പൈവോട്ട് എന്ന് പറയും. ഇവിടെ ഒരു ചെറിയൊരു ഹോൾ പോലെ ഉണ്ടാവും ഇതിൻ്റെ അടിഭാഗത്ത്. അതിൻ്റെ മുകളിൽ ഫ്രീ ആയിട്ട് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, കറങ്ങാൻ പറ്റും. അതാണ് റൊട്ടേറ്റ് ഫ്രീലി എന്ന് പറയുന്നത്. ഇപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് നമ്മൾ വെക്കുന്നത്. ഹൊറിസോണ്ടൽ പ്ലെയിൻ അങ്ങനെ അല്ലേ, ലൈൻ എന്ന് പറയും, അങ്ങനെ വെക്കുന്നതാണ് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മളങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ബേസ് ചെയ്തിട്ട് ഇത് നോർത്ത് സൗത്ത് പോളായിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ ഈ സാധനമാണ് നമ്മൾ സാധാരണ നാവിഗേറ്റേഴ്സ് കോമ്പസ് എന്ന് പറയില്ലേ, നമുക്ക് വഴി അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോമ്പസിലൊക്കെ പണ്ട് കാലത്ത് ഈ നാവിഗേറ്റേഴ്സ് കപ്പൽ യാത്രികരൊക്കെ യൂസ് ചെയ്തിരുന്ന ഈ സാധനമാണ്. അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഈ മാഗ്നറ്റിക് നീഡിലാണ് കേട്ടോ. നമുക്ക് വേണ്ടുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ ഈ പാർട്ട് എന്താണെന്ന് പറഞ്ഞത്. അതൊരു ബാർ മാഗ്നറ്റ് തന്നെയാണ്. അത് ഒരു കാന്തത്തിൻ്റെ അതേ എഫക്റ്റ് തന്നെ കാണിക്കും. ഇതിനടുത്ത് നമ്മളൊരു കാന്തം കൊണ്ടുവന്നാൽ, ഒരു കാന്തത്തിൻ്റെ നോർത്ത് പോൾ കൊണ്ടുവന്നാൽ അത് ഡിഫ്ലക്റ്റ് ചെയ്യും അല്ലേ. നമ്മൾ ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ലൈക്ക് പോൾസ് റിപ്പൽ, അൺലൈക്ക് പോൾസ് അട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പം അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു മാഗ്നറ്റ് തന്നെയാണ് എന്ന്. ഓക്കെ, ഇനി നമ്മൾ ഈ മാഗ്നറ്റിക് നീഡിൽ ഉപയോഗിച്ചിട്ട് ചെറിയൊരു എക്സ്പെരിമെൻ്റൽ ആക്ടിവിറ്റിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഫിഗറിൽ നമ്മൾ കാണാൻ പറ്റും, നമ്മൾ ഈ മാഗ്നറ്റിക് നീഡിലിൻ്റെ അടുത്ത് എന്താ കൊണ്ടുവരുന്നത്, ഒരു വുഡൻ പീസാണ് അല്ലേ. വുഡൻ പീസ് ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പം ഇതിനൊരു മാറ്റമില്ല, അതെങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേ ഡയറക്ഷനിൽ നിൽക്കുന്നുണ്ട്. നേരെ മറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു മാഗ്നറ്റാണ് ഇതിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നതെങ്കിൽ, ഇപ്പോൾ ഇവിടെ എന്താ ചെയ്തത്, മാഗ്നറ്റിൻ്റെ നോർത്ത് ഈ മാഗ്നറ്റിക് നീഡിലെ നോർത്തിലേക്ക് കൊണ്ടുവന്നപ്പം ഇത് അവിടെ നിന്ന് അങ്ങോട്ട് തെന്നി മാറുന്നുണ്ട് അല്ലേ. അതാണ് നമ്മൾ പറഞ്ഞത് നേരത്തെ ലൈക്ക് പോൾസ് എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ മാഗ്നറ്റിക് നീഡിൽ എന്ത് തന്നെയാണ്, ഒരു മാഗ്നറ്റ് തന്നെയാണ്. പക്ഷേ നമുക്കിവിടെ അതെല്ലാം നോക്കാനുള്ളത്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ റിപ്പൾഷൻ വരുന്നത്, അതിൻ്റെ ബേസിലുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ടേക്ക് എ പൈവോട്ടഡ് മാഗ്നറ്റിക് നീഡിൽ. പൈവോട്ട് ചെയ്ത മാഗ്നറ്റിക് നീഡിൽ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു സ്റ്റാൻഡിന് മുകളിൽ നിർത്തിയിട്ടുള്ള മാഗ്നറ്റിക് നീഡിൽ നമ്മൾ പൈവോട്ടഡ് മാഗ്നറ്റിക് നീഡിൽ എന്ന് പറയുന്നത്. അപ്പം വുഡൻ പീസ് കൊണ്ടുവന്നപ്പം മാഗ്നറ്റിക് നീഡിലിന് എന്തില്ല, ഒരു ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നില്ല. നമ്മൾ ചിത്രത്തിൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ, അതെന്തല്ല, ഡസ് നോട്ട് ഡിഫ്ലക്റ്റ്. ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ കൊണ്ടുവന്നപ്പം, വുഡൻ പീസിൻ്റെ പകരം ഒരു ബാർ മാഗ്നറ്റ് കൊണ്ടുവന്നപ്പം നമുക്ക് എന്താ ഒബ്സർവ് ചെയ്യാൻ പറ്റിയത്, ഇറ്റ് റിപ്പൽസ്. ഡയറക്ഷനിൽ മാറ്റം വരുന്നത് നമ്മൾ കണ്ടു അല്ലേ, അവിടെ മാറ്റം വരുന്നത്, റിപ്പൽഷൻ കാണുന്നുണ്ട് അവിടെ. ഓക്കെ, അപ്പം എന്താണ് അതിന് കാരണം, ഒരു മാഗ്നറ്റിൻ്റെ അടുത്ത് വേറൊരു മാഗ്നറ്റ് കൊണ്ടുവന്നപ്പം എന്തുകൊണ്ടാണത് റിപ്പൾസ് ചെയ്തത്. ഇപ്പം അൺലൈക്ക് ആണെങ്കിൽ എന്ത് ചെയ്യും, അത് അട്രാക്റ്റ് ചെയ്യും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇഫ് അനദർ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവന്നാൽ എന്താ സംഭവിക്കുന്നത്. അപ്പോൾ അതിനാദ്യം നമ്മൾ ഈ ബാർ മാഗ്നറ്റിൻ്റെ കേസ് ഒന്ന് മനസ്സിലാക്കാം. അപ്പം ബാർ മാഗ്നറ്റ് ചുറ്റും നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്ന മനസ്സിലാക്കാം, മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം നമ്മൾ സാധാരണ ചെറിയ കുട്ടികളൊക്കെ കളിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഒരു മാഗ്നറ്റോട് വെച്ച് പിന്നെ അതിൻ്റെ അടുത്തേക്ക് നമ്മൾ മാഗ്നറ്റ് ഇങ്ങനെ കൊണ്ടുപോകുമ്പം ഒരു പ്രത്യേക പൊസിഷനിലെത്തുമ്പം ഈ മാഗ്നറ്റ് മറ്റേതിൻ്റെ അടുത്ത് ഒട്ടിപ്പിടിക്കുന്നുണ്ടാവും അല്ലേ. അത് കുറച്ച് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മാഗ്നറ്റിൻ്റെ പവർ അനുസരിച്ചിട്ടായിരിക്കും മറ്റേ മാഗ്നറ്റ് ഇതിൻ്റെ അടുത്ത് പെട്ടെന്ന് അട്രാക്റ്റൊക്കെ ചെയ്ത് പോകുന്നത്. അപ്പം അടുത്തടുത്തേക്ക് വരുമ്പം നേരത്തെ പറഞ്ഞല്ലേ, ഒരു പ്രത്യേക പൊസിഷനിലെത്തുമ്പം ഇതെന്താവും, മറ്റേ മാഗ്നറ്റ് അല്ലെങ്കിൽ നമ്മൾ ഇരുമ്പിൻ്റെ എന്തെങ്കിലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ ഒട്ടിപ്പിടിക്കും നമുക്ക് കാണാം. ഇത് കുറേ ദൂരെ വെച്ചാലൊന്നും കാണില്ല, പക്ഷേ ഒരു പ്രത്യേക ഡിസ്റ്റൻസിലെത്തുമ്പം ആ അട്രാക്ഷൻ നമുക്ക് കാണാൻ ശ്രദ്ധിക്കാം അല്ലേ, കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പം അതിനാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അപ്പം എവിടെയൊക്കെയാണോ ഈ മാഗ്നറ്റിൻ്റെ ആ ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നത്, മാഗ്നറ്റിക്കിൻ്റെ അട്രാക്റ്റീവ് പവർ ഫീൽ ചെയ്യുന്ന ഭാഗങ്ങൾ എവിടെയൊക്കെയാണോ അതിനെ നമ്മൾ എന്താ പറയുന്നത്, ആ മാഗ്നറ്റിൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത്.
കേട്ടോ. അപ്പോൾ എല്ലാ സ്ഥലത്തും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല. നമ്മൾ ഉപയോഗിക്കുന്ന മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ ഈ മാഗ്നറ്റിൻ്റെ ഫീൽഡ് ഇവിടെ വരെയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് ഒരു ഇരുമ്പിൻ്റെ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റ് അതിനെ എന്ത് ചെയ്യും, അടുത്തേക്ക് അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും അല്ലേ. അപ്പം എവിടെ വരെയാണോ മാഗ്നറ്റിന് ഇൻഫ്ലുവൻസ് ഫീൽ ചെയ്യുന്നത് അതാണ് നമ്മൾ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ചോദ്യം, എന്താണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ ഫ്ലക്സ് ലൈൻസ് എന്ന് പറയുന്നത്? ഇതൊരു ഇമാജിനറി ലൈൻസാണ്. ഇപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നോർത്തിൽ തുടങ്ങി സൗത്തിലേക്ക്, മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിന് സൗത്ത് പോളിലേക്ക് ഇമാജിനറി ആയിട്ടുള്ള ലൈൻസ് ഇങ്ങനെ പോകുന്നുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഫീൽഡ് ലൈൻസിനെ പറ്റി എടുക്കുന്നത്, പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇമാജിനറി ലൈൻസ് നോർത്ത് ടു സൗത്ത് പോളിലേക്ക് വരുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അത് ഇങ്ങനെ ഒരു ഓർബിറ്റൽ ഷേപ്പാണ്, കണ്ടോ, ഇങ്ങനെയാണത് വരുന്നത്. ഫുൾ റൗണ്ട് അല്ല, ഒരു ഓവൽ ഷേപ്പ് നമുക്ക് പറയാം. അങ്ങനെയാണ് ഈ ഫീൽഡ് ലൈൻസ് ഉണ്ടാകുന്നത്. പിന്നെ ഈ ഫീൽഡ് ലൈൻസ് ഇൻസൈഡ് ദ മാഗ്നറ്റ് എങ്ങനെയായിരിക്കും? ഈ ഫീൽഡ് ലൈൻസ് ഇൻസൈഡ് ദ മാഗ്നറ്റ് വിൽ ബി പാരലൽ ടു ഈച്ച് അതർ ഇൻ സ്ട്രെയിറ്റ് ലൈൻസ്. മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിൻ്റെ അകത്ത് ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും പോവുക. പിന്നെ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവർ ഒരിക്കലും അങ്ങോട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യില്ല, ഓവർലാപ്പ് ചെയ്യില്ല, ഇവർ കൂട്ടിമുട്ടില്ല, ഒന്നും മറ്റേൻ്റെ മുകളിൽ കയറി ചേരില്ല. ഓക്കെ, അതാണ് ഈ ഫീൽഡ് ലൈൻസിൻ്റെ പ്രത്യേകത. അപ്പം മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് എത്ര കൂടുന്നോ ഈ ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം അത്ര തന്നെ വർദ്ധിക്കും. അതും മനസ്സിലാക്കാം. അപ്പോൾ ഈ ഫീൽഡ് ലൈൻസ് ഉള്ളത് കൊണ്ടാണ് ഇതിൻ്റെ അടുത്തേക്ക് വേറൊരു മാഗ്നറ്റ് വരുമ്പം ഒട്ടിപ്പിടിക്കാതെ തന്നെ അതിൻ്റെ ഡയറക്ഷൻ എന്താവുന്നത്, റിപ്പൽ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ചോദ്യം നമുക്കിവിടെ നോക്കാം. അപ്പോൾ ഈ ഫിഗറിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കാരണം ഇവിടെ എന്തൊക്കെ ഉണ്ടാവും നോക്കാം. ഇവിടെ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, ഒരു സർക്യൂട്ട് ഉണ്ട്. ഇതാണ് ബെൽ സ്വിച്ച് എന്ന് പറയുന്നത്. ആ ബെൽ സ്വിച്ചിൻ്റെ അടുത്ത് ഇതാണ് സെൽ ബാറ്ററി എന്ന് പറയുന്നത്. ഇവിടെ ഒരു കണ്ടക്ടർ ഉണ്ട് അല്ലേ, ഒരു ഇരുമ്പിൻ്റെ റോഡാണ് വിചാരിക്കുക, AB എന്ന് പറയുന്ന റോഡുണ്ട്. അപ്പം അതിൻ്റെ താഴത്തായിട്ട് നമ്മൾ എന്ത് വെച്ചു, ഒരു മാഗ്നറ്റിക് നീഡിൽ വെച്ചു. ഇവിടെ നമ്മൾ ഈ ബെൽ സ്വിച്ച് അങ്ങോട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചേഞ്ചസ് ആയിരിക്കും ഉണ്ടാവുക, അതാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് ദ നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡിഫ്ലക്റ്റ് വെൻ വ്യൂഡ് ഫ്രം എബവ്? മുകളിൽ കൂടെ നോക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ക്ലോക്ക് വൈസ് ആയിരിക്കും, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കുമോ? അത് നമുക്ക് മനസ്സിലാക്കാൻ ഒരു ലോ പഠിക്കാനുണ്ട്. ആ ലോ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം പറയാൻ പറ്റും എങ്ങോട്ടേക്കായിരിക്കും ഡിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളത്. ആ ലോ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് തിരിച്ച് ഈ ഇതിന് നമുക്ക് ആൻസർ നോക്കാം. അപ്പം ഇവിടെ ഒരു ചിത്രം കണ്ടില്ലേ, ഇവിടെ എന്താ ചെയ്തെന്ന് വെച്ചാൽ നമ്മളുടെ റൈറ്റ് ഹാൻഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വലത് കയ്യിൽ ഒരു കറൻറ്റ് ക്യാരിങ് കണ്ടക്ടറാണ് പിടിക്കുന്നത് വിചാരിക്കാം. ആ കറൻറ്റ് ക്യാരിങ് കണ്ടക്ടർ നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മളുടെ തള്ളവിരലിൻ്റെ തമ്പിൻ്റെ ഡയറക്ഷനാണ് കറണ്ട് എങ്കിൽ നമ്മളുടെ മടക്കി ചുരുട്ടി വെച്ചിട്ടുള്ള വിരലുകളുണ്ടല്ലോ ആ ഡയറക്ഷനിലായിരിക്കും എന്തുണ്ടാവുക, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇതിനാണ് നമ്മൾ എന്താ പറയുന്നത്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയും. ഓക്കെ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എങ്ങോട്ടാണോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് അറിയാമെങ്കിൽ. അപ്പം റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പറയുന്നത് എന്താണ്, ഒരു കറൻറ്റ് ക്യാരിങ് കണ്ടക്ടർ നമ്മളുടെ കയ്യിലിങ്ങനെ പിടിക്കുകയാണെങ്കിൽ, റൈറ്റ് ഹാൻഡിൽ പിടിക്കണം കേട്ടോ, ലെഫ്റ്റ് ഹാൻഡിലല്ല. അപ്പം നമ്മളുടെ തമ്പിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും, ഇലക്ട്രിക് കറൻറ്റ് ഡയറക്ഷനാണ് വിചാരിക്കുക. അങ്ങനെ തമ്പിൻ്റെ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രിക് കറൻറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ആ റോഡിൻ്റെ ചുറ്റും അല്ലെങ്കിൽ കണ്ടക്ടറിന് ചുറ്റും ചുരുട്ടി വെച്ചിട്ടുള്ള വിരൽ എന്തിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത്, എങ്ങോട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ചിത്രത്തിൽ ഇവിടെ കണ്ടോ, ഇവിടെ ഇതാണ് നമ്മളുടെ കണ്ടക്ടർ. പിന്നെ ഈ ബെൽ സ്വിച്ച് അങ്ങോട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ വലിയ ലൈൻസ് വരുന്ന ഭാഗം പ്ലസ്സും ഈ ചെറിയ ലൈൻസ് വരുന്ന ഭാഗം സെല്ലിൻ്റെ മൈനസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന എവിടെ നിന്ന് എങ്ങോട്ടാണ്, പ്ലസ് ടു മൈനസിലായിരിക്കും എന്ത് ചെയ്യുക, എപ്പോഴും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പോയിൻ്റ് ചെയ്യുന്നത് അല്ലേ, ഡയറക്ഷൻ ഓഫ് കറണ്ട് എങ്ങനെയാണ്, തമ്പ് നമ്മൾ ഇവിടെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും, ഇപ്പോൾ അപ്വേർഡിലാണ് കറണ്ട് പോകുന്നത് വിചാരിക്കുക. അപ്പോൾ മുകൾ ഭാഗത്തായിരിക്കും ഇതേപോലെ നമ്മുടെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ആയിരിക്കും എന്ത് വരുന്നത്, ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് വരുന്നത്, അപ്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ലൈൻസ് എങ്ങോട്ടായിരിക്കും, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കായിരിക്കും അല്ലേ. നമ്മുടെ വിരൽ ഇങ്ങോട്ട് പോയിൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിരലാണ് ഇവിടെ ഇതേപോലെ വെക്കുന്നതെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എന്തുണ്ടാവുക, ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. അപ്പം നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ അറിയാമെങ്കിൽ നമുക്ക് എന്തറിയാൻ പറ്റും, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അറിയാം. എങ്ങനെയാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ അറിയുന്നത്, നമ്മൾ ബാറ്ററി എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ നോക്കിയാൽ മതി. ബാറ്റിൻ്റെ രണ്ടറ്റം ഉണ്ടാവുമല്ലോ, തടിച്ച ഒരു ഭാഗം കുറച്ചൊന്ന് പൊന്തി നിൽക്കുന്നതാണ് പ്ലസ്,
മറ്റേ ഭാഗം എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. ഒന്നില്ലെങ്കിൽ ബാറ്ററീൻ്റെ മുകളിൽ പ്ലസ്സും മൈനസും അതിൻ്റെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അത് നോക്കിയിട്ട് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ വേറൊരു രീതിയിൽ ഇവിടെ ഒരു ഓവൽ ഷേപ്പിലുള്ള സർക്കുലർ ലൂപ്പ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതാണ് ലൂപ്പ് എന്ന് പറയുന്നത്. ഈ ലൂപ്പിനെ നമ്മളൊരു കറണ്ട് പാസ് ചെയ്യുന്ന രീതിയിൽ കണക്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ പോകുന്ന ലൂപ്പ് ഉണ്ടല്ലോ, ആ ലൂപ്പിനെ നമ്മളൊരു കാർഡ്ബോർഡിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഫീൽഡ് ലൈൻസ് മാർക്ക് ചെയ്യുന്ന രീതിയിൽ അങ്ങോട്ട് ഇറക്കി വെക്കാം. എന്നിട്ട് ബെൽ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ 2 പോയിൻ്റ് ഉണ്ട് ഇവിടെ, എ ആൻഡ് ബി. അപ്പം എ ആൻഡ് ബിയിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും എന്നാണ് ചോദിച്ചത് അല്ലേ? എയിൽ എങ്ങനെയായിരിക്കും, ബിയിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അല്ലേ, അപ്പോൾ നമ്മളുടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കായിരിക്കും? ഇപ്പോൾ നമ്മളുടെ ഇവിടെ ആരോ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഇതാണ് ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ക്ലോക്കിൻ്റെ സൂചി എങ്ങനെയാണ് തിരിയുന്നത് അതുപോലെയാണ് ഇവിടെ ഇപ്പോൾ താഴെ കണ്ടോ, ക്ലോക്ക് വൈസ് പറഞ്ഞാൽ ഇങ്ങനെയാണ് ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് കറണ്ട് വരുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അതായത് ഇപ്പോൾ നമ്മളുടെ കറണ്ട് പോകുന്നത് എങ്ങനെയാണ് പോകുന്നത്? തിരിച്ചിട്ടല്ലേ, ക്ലോക്ക് വൈസിലാണ് പോകുന്നത് അല്ലേ. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എന്ത് പോകുന്നത്? അങ്ങനെ, ഇതാണ് ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത്. ഇങ്ങനെയല്ല പോകുന്നത് അല്ലേ. ഇപ്പോൾ മുകളിലെത്തിക്കാൻ എങ്ങനെ പോകുന്നത്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് പോകും. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഈ എയർ ഇങ്ങോട്ടേക്കാണ് വരുന്നത് അല്ലേ. എയറോ ഇങ്ങോട്ടേക്കാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ഇങ്ങനെയല്ല വരുന്നത്. ഇങ്ങനെ ഇപ്പോൾ ഇതിങ്ങനെ ചുറ്റെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെയല്ല വരുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസാണ്. അപ്പം കറണ്ടിൻ്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. എവിടെ? ഇൻ എ ലൂപ്പിലാണ് നമ്മളിത് നോക്കുകയെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്സ് അറ്റ് പോയിൻറ്റ്സ് എ ആൻഡ് ബി ബൈ ഒബ്സർവിംഗ് ദ മാഗ്നറ്റിക് കോമ്പസസ്. ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് ദ കറണ്ട് ഫ്ലോ ഇൻ പാർട്ട് ഓഫ് കോയിൽ ദാറ്റ് ഫേസസ് യു? നമ്മൾ ഫേസ് ചെയ്യുന്ന ഭാഗത്ത് കറണ്ട് ഫ്ലോ എങ്ങോട്ടേക്കായിരിക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഭാഗം ഏതാ? ഇതിൻ്റെ അകത്ത് കറണ്ട് ഫ്ലോ ഇൻ ദ പാർട്ട് ഓഫ് ദ കോയിൽ ദാറ്റ് ഫേസസ് യു. അപ്പോൾ നമ്മളിതിനെ മുകളിൽ ഒബ്സർവ് ചെയ്യാം, നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. മുകളിൽ കൂടെ അല്ലെങ്കിൽ താഴെ കൂടെ ഒബ്സർവ് ചെയ്യാം. ഇവിടെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറണ്ട് എങ്ങോട്ടേക്കാണ് പോകുന്നത്? കറണ്ട് പോകുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും അല്ലേ. നമുക്കിപ്പോൾ എവിടെയാണ് ഫേസ് ചെയ്യുന്നത് പറയുന്നില്ല. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അപ്പം നമുക്കിവിടെ തോന്നുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് പുറത്തേക്ക് വരുന്ന പോലെയാണ്, അങ്ങനെയായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഒരു ചോദ്യം ചോദിച്ചത് ഇവിടെ, നമ്മൾ ഈ ബെൽ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ബെൽ സ്വിച്ച് അങ്ങോട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് നോ മാഗ്നറ്റിക് ഫീൽഡ്, അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇഫ് ദ കറണ്ട് ഇൻ ദ കോയിൽ ഇസ് ക്ലോക്ക് വൈസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫ്ലക്സ് ലൈൻ വിൽ ബി ഇൻവേർഡ് ഇൻ ടു ദ കോയിൽ. അകത്തേക്കാണ് വരുന്നത് അല്ലേ, അകത്തേക്കായിരിക്കും വരുന്നതെന്നാണ് പറയുന്നത്. ഇതിപ്പം തിരിഞ്ഞ് അകത്തേക്കാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇഫ് ദ കറണ്ട് ഇസ് ആൻറ്റി ക്ലോക്ക് വൈസ്, കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഫ്ലക്സ് ലൈൻസ് എവിടേക്കായിരിക്കും? പുറത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ടോ പുറത്തേക്കാണ് പോകുന്നത്, പുറത്തേക്ക് അങ്ങോട്ട് പോകും. മറ്റേത് ഉള്ളിലേക്കാണ് വരുന്നതെങ്കിൽ ഇവിടെ പുറത്തേക്കായിരിക്കും പോകുന്നത്. ഇത് മനസ്സിലാക്കുക, നല്ലോണം വായിച്ച് മാത്രമേ നമുക്കങ്ങോട്ട് ഓർമ്മ നിൽക്കുള്ളൂ കേട്ടോ. അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നൊരു പാർട്ടാണ്. ഇപ്പോൾ ശ്രദ്ധിച്ച് നല്ലോണം വായിച്ചാൽ മതി. ഇനി നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വല്ല വഴിയുണ്ടോ എന്നാണ് ഇവിടെ ചോദ്യം. വഴിയുണ്ട്. എന്ത് ചെയ്താൽ മതി? നമ്മളുടെ കണ്ടക്ടറിൻ്റെ കോപ്പറിന് ചുറ്റുണ്ടല്ലോ വയേഴ്സിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കണ്ടക്ടർ ഇൻക്രീസ് ചെയ്യുമ്പം മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂടും. അതേപോലെ അതുകൂടെ പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാലും നമ്മളുടെ മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും. പിന്നെ അടുത്തൊരു ഡിവൈസാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. ഇതാണ് സോളിനോയിഡ്. കണ്ട എങ്ങനെയുണ്ട്? ഒരു സ്പ്രിങ് അല്ലേ, നമ്മൾ ഇതിലൊരു സ്പ്രിങ് വെച്ച പോലെ ഉണ്ടാവും. ഇതാണ് നമ്മളുടെ സോളിനോയിഡ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കണ്ടതൊക്കെ എങ്ങനെയായിരുന്നു? ഒന്ന് ലൂപ്പായിരുന്നു, അതിൻ്റെ മുന്നേ സ്ട്രെയിറ്റ് കണ്ടക്ടറായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടത്. ഇനി അതേപോലെ ഒരു കണ്ടക്ടറെ നമ്മളിങ്ങനെ ഒരു സ്പ്രിങ് പോലെ ആക്കുകയാണെങ്കിൽ ആ കണ്ടക്ടറിന് വിളിക്കുന്ന പേരാണ് എന്ത്? സോളിനോയിഡ്.
അപ്പോൾ സോളിനോയിഡ് എന്താണ്? കോയിൽ ഓഫ് വയർ റാപ്ഡ് ഇൻ എ ഹെലിക്സ്. ഇതാണ് ഈ ഷേപ്പ് നമ്മൾ ഹെലിക്സ് എന്ന് പറയുന്നത്. ഇതൊരു ഇലക്ട്രോമാഗ്നറ്റൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് നടുവിൽ നമ്മളൊരു അയേൺ കോർ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇലക്ട്രോമാഗ്നറ്റ് ആവും അല്ലേ. നമ്മൾ നടുവിൽ എന്ത് വെക്കണം? ഒരു അയേൺ കോർ വെക്കണം. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോമായിട്ട് ഉണ്ടാക്കാനൊക്കെ ഈ സോളിനോയിഡ് ഉപയോഗിക്കാനുണ്ട്. ഇത് സാധാരണ ഇലക്ട്രോ മെക്കാനിക്കൽ സ്വിച്ചിലും ആക്ച്വേറ്റേഴ്സ് പോലെ ഡോർ ലോക്ക് പോലത്തെ അതിലൊക്കെ നമുക്ക് ഈ സോളിനോയിഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഈ സോളിനോയിഡ് കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ അതിൻ്റെ പോൾസ് എവിടെയായിരിക്കും, ഏതൊക്കെയായിരിക്കും പോൾസ് എന്നുള്ളത്, അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പം നമ്മളുടെ റൈറ്റ് ഹാൻഡിൽ നമ്മളൊരു സോളിനോയിഡിനെ ഇതേപോലെ പിടിക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട് നേരത്തെ നമ്മൾ പഠിച്ചതിൻ്റെ കാട്ടി. അപ്പം നമ്മളുടെ ഫിംഗേഴ്സാണ് ഡയറക്ഷൻ ഓഫ് കറൻ്റ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇവിടെ സോളിനോയിഡ് ആകുമ്പം ഫിംഗേഴ്സ് ചുറ്റി നിൽക്കുന്ന ഫിംഗേഴ്സ് എന്താണ്? ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ആണെങ്കിൽ തമ്പ് പോയിൻ്റ് ചെയ്യുന്നത് എങ്ങോട്ടേക്കായിരിക്കും? നോർത്ത് പോൾ ഓഫ് ദ സോളിനോയിഡ് ആയിരിക്കും. ഓക്കെ, അപ്പം ശരിക്കും മനസ്സിലാക്കുക, നമ്മളിപ്പോൾ ഇവിടെ അസ്യൂം ചെയ്യുന്ന എന്താണ്? നമ്മളുടെ ചുരുട്ടി വെച്ചിട്ടുള്ള ഫിംഗേഴ്സ് കറണ്ടിൻ്റെ ഡയറക്ഷൻ ആണെങ്കിൽ തമ്പ് പോയിൻ്റ് ചെയ്യുന്ന എങ്ങോട്ടാണ്? നോർത്ത് പോളിലേക്കായിരിക്കും. ഓക്കെ, തമ്പ് പോയിൻ്റ് ചെയ്യുന്നത് നോർത്ത് പോളിലായിരിക്കും. അതായത് അതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. ആ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളായിരിക്കും നമ്മളുടെ തമ്പിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ഇപ്പം ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇപ്പം നോർത്ത് ഏതാണ് ഇപ്പോൾ കണ്ടുപിടിക്കാൻ എളുപ്പവഴി നമുക്ക് കിട്ടി. ഇനി ഇവിടെ അതേപോലെ തന്നെ നമ്മളുടെ സോളിനോയിഡിൻ്റെ അകത്ത് ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ആ എൻഡ് എന്തായിരിക്കും? സൗത്ത് ആയിരിക്കും. ഈ എസ് എന്ന് ഓർമ്മിച്ചാൽ മതി. ഓക്കെ, ഈ എസ് സൗത്താണ്. അപ്പോൾ ക്ലോക്ക് വൈസ് ആണ് കറണ്ട് പോകുന്നതെങ്കിൽ ആ എൻഡ് എന്തായിരിക്കും? സൗത്ത് ആയിരിക്കും, അല്ലെങ്കിൽ സൗത്ത് പോൾ ആയിരിക്കും. ഇനി ഏത് എൻഡിലാണോ കറണ്ട് ഇതേപോലെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് തിരിയുന്നത് ആ എൻഡ് എന്തായിരിക്കും? സോളിനോയിഡിൻ്റെ നോർത്ത് പോളായിരിക്കും. ഓക്കെ, അത് നോർത്ത് പോളായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇതിൻ്റെ ഉപയോഗം നമുക്ക് പിന്നെ വരും. ഇനി ബാക്കി നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം, അടുത്ത ക്ലാസ്സിലെടുക്കാം. താങ്ക് യു ഓൾ ഓഫ് യു.